ഇവന് കൺസൾട്ടൻസി നടക്കുവാണ്, ഇവൻ അതുകൊണ്ടാണ് മറ്റേ ആരെയൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവര് പുതിയ കണ്ടുപിടുത്തമായിട്ട് വരണ്ട. നമുക്ക് ഹേ ഗായ്സ്, അതൊക്കെ വിശേഷം കാണാതിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരരുത് ഗായ്സ്, നിങ്ങൾ ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വരരുത് യു കെയിലേക്ക് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിടണം എന്ന് പലരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ അടുത്തിടെ ഇല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പല നാട്ടിലുള്ള മീഡിയാസും വീഡിയോസ് യു കെനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തുടർന്ന് നമ്മളും ഒരു മണിക്കൂറിന് മേലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടവിടെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാതെ തെറ്റുകൾ വരുന്നവിടെ ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വീഡിയോ ഒരുപാട് പേർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള റിയാക്ടിങ് വീഡിയോസ് ഇനിയും ചെയ്യണം എന്നുള്ള പലരുടെയും റിക്വസ്റ്റും നമുക്ക് അതിനുശേഷം വന്നായിരുന്നു. എന്തെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇരിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗായ്സ്, ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ യു കെയിലേക്ക് വരരുത്. 2025-2020 സ്റ്റഡീസിന് യു കെയിലേക്ക് വരരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്തേക്കണം, മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെയുള്ളവർ വന്നിട്ട് ഇനി പെട്ടിട്ട് ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന രീതിക്ക് ഗൈസ് യു കെ കൊള്ളൂല ഗൈസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരരുത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോസ് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പലരും വിചാരിച്ച് നീയൊക്കെ എന്തിനാണ് അതിനൊക്കെ പോയിട്ട് റിവ്യൂ ചെയ്യുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ റിവ്യൂ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അങ്ങനത്തുള്ള വീഡിയോസിന്. അപ്പോൾ തീർച്ചയായിട്ടും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവിടെ ജീവിക്കുന്നവർ പോലും ഇപ്പോൾ കോമാളികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ യു കെ എന്നുള്ളൊരു ഒരു സാധനം ഉണ്ടായിരുന്നു. അത് പണ്ടേ നമ്മൾ പൊളിച്ചടി കൊടുത്തായിരുന്നു, എന്നാൽ പോലും അത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ജീവിക്കുന്നവരെയും യു കെ സ്വർഗമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇത് 2 വിഭാഗക്കാരുണ്ട് ഇവിടെ യു കെയിൽ. ഓക്കെ, 2 3 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 2 വിഭാഗക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതേപോലെ ഇവിടെ വന്ന് സക്സസ് ആയവരും, 2 ഇവിടെ വന്ന് ഫെയിലിയർ ആയവരും. നമ്മൾ കൂടുതലും ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ ഫെയിലിയർ ആയവരുടെ കഥകളും കാര്യങ്ങളാണ്. സക്സസ് ആയവരെക്കാട്ട് കൂടുതലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലുകളിലെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് പുറകോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെയുള്ള നിയമമാറ്റങ്ങൾ തൊട്ട് എങ്ങനെ ഇവിടെ ബാധിക്കുന്നു, ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതും ഇവിടുത്തെ ഇല്ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്നും നമ്മൾ ഓരോന്ന് എണ്ണി പറയുന്ന ഒരു ചാനലാണ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഓക്കെ എല്ലാ ഗൈസ് യു കെ, മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ അല്ല യു കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നുണ്ട് യു കെയിൽ ഒരു ലോണൊക്കെ എടുത്ത് പഠിക്കാൻ വരാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഡിപ്പെൻഡൻറ്റ് വിസ ഉള്ളത് കൊണ്ട് പിന്നെയും ആളുകൾ സർവൈവ് ചെയ്യുമായിരുന്നു അല്ലേ. 2 പേരും കൂടി വർക്ക് ചെയ്ത് ലോൺ അടച്ച് സർവൈവ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അത് പോസിബിൾ അല്ല. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ ഇല്ല, ഒന്നാമത്തെ കേസ്. പിന്നെ പണ്ടും അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ ബുദ്ധിമുട്ടിലായ ആളുകളുണ്ട്. അടയ്ക്കാൻ പറ്റാതെ, തിരിച്ചടയ്ക്കാൻ പറ്റാതെ കണ്ട യൂണിവേഴ്സിറ്റി എടുത്ത് കണ്ട സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്ലാനിങ് ഇല്ലാതെ യു കെയിൽ വന്നാൽ തീർച്ചയായിട്ടും അടി തെറ്റും. ഒരുപാട് പേര് ഇന്നലെ യു കെയിൽ വന്ന ഒരു ദിവസം ആകാത്ത മുമ്പ് തന്നെ തിരിച്ച് കയറിയ പോയ ആൾക്കാർ നമുക്കറിയാം. നമ്മളുടെ അടുത്ത് വിളിച്ച് സംസാരിക്കാറുണ്ട്. വിളിച്ച് സംസാരിച്ചിട്ടാണ് പുറത്ത് പോകുന്നത്, തിരിച്ചു പോകുന്നത്. അത്രയും ഡിപ്രഷനിൽ വന്ന ആൾക്കാരുണ്ട്. ഡിപ്രഷൻ പല ഭാഗങ്ങളിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും അറിയാതെ കയറി വന്ന് ഒരു പ്ലാനും ഇല്ലാതെ ഏജൻസി പറയുന്ന ഏതോ കോഴ്സ് എടുത്ത് ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇരുന്ന് ചിലക്കുന്ന വീഡിയോ കണ്ട് നിങ്ങൾ യു കെയിൽ കയറി വന്നു കഴിഞ്ഞാൽ 8 നിലയിൽ മൂഞ്ചും ഗൈസ്, സത്യത്തിൽ. ഓക്കെ, നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് വരയ്ക്കേണ്ടത്. നേരെ വരക്കണോ വളഞ്ഞ് വരക്കണോ എങ്ങനെ തീരുമാനിക്കും നിങ്ങളാണ് വരയ്ക്കേണ്ടത്. നിങ്ങളത് പ്രോപ്പറായിട്ട് വരച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം വരയ്ക്കാൻ മറ്റൊരു ഏജൻസിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല വെട്ടിപ്പിൽ വരച്ചു വെക്കും. അങ്ങനെ വരച്ചു വെച്ചവരുടെ കഥകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു കെ കൊള്ളൂല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നത്. യു കെ കൊള്ളൂല എന്താ കാരണം? ഒരു സാമാന്യബോധം റിസർച്ച് ചെയ്തിട്ടില്ല, ഒരു സാമാന്യബോധമില്ലാതെ യു കെയിൽ കയറി വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, പലരും ചിലർ പറയുന്നത് കേട്ടു ഇങ്ങേരും ഏജൻസി നടത്തുന്നുണ്ടെന്ന്. അതൊക്കെ ഇന്നലെ എൻ്റെ ചാനലിൽ കയറി വന്ന ഏതൊക്കെയോ മണഗുണാഞ്ചന്മാർ പറയുന്ന പറച്ചിലാട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ ഏജൻസി കിട്ടണം. നമ്മൾ ഏജൻസിയിലൂടെയാണ്, നമ്മുടെ സ്വന്തം ഏജൻസി ത്രൂ ആണ് ഞാൻ തന്നെ വന്നത്. പണ്ട് തൊട്ടേ നമ്മുടെ ഏജൻസിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റഡി അബ്രോഡിൻ്റെ പ്രോപ്പർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് യു കെയിൽ വന്നവരുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ നല്ല കോഴ്സുകൾ എടുത്ത് യു കെയിൽ വന്ന് സെറ്റിലായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഏജൻസി ഇപ്പോൾ നമ്മുടെ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ഏജൻസി ഉണ്ട്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ജെനുവിനായിട്ട് ഇതിങ്ങനെ മുഖത്തടിച്ച പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് വരാറില്ല. അതും
നമ്മുടെ കൂടെ വരുന്നത് വെച്ച് മാതാപിതാക്കൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാണ് അവർ വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നും ജെനുവിനാണെന്നും മനസ്സിലായതുകൊണ്ട് വരുന്നതാണ്. പലർക്കും അതല്ല വേണ്ടേ. UK കുറിച്ചുള്ള ഈ പകർന്നാട്ടം ഉണ്ടല്ലോ, നാട്ടിൽ വന്നുള്ള പുതിയ വന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ പോയി മറ്റേ മഞ്ഞും കൊണ്ടുള്ള വീഡിയോസും, പിന്നെ ഈ പറഞ്ഞ ഈ സമ്മർ ആകുമ്പോൾ സ്പ്രിങ് ആകുമ്പോഴൊക്കെ ഇവിടെ കിട്ടുന്ന വർണ്ണപ്പകർച്ചകൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുഖത്ത് നിങ്ങളെ മുന്നിലോട്ട് കിട്ടു തരുന്ന സമയത്ത് വെറൈറ്റി ഡ്രസ്സ്, സൂപ്പർ കോട്ടുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒറ്റ കോട്ടേ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇവിടെ എല്ലാവർക്കും കോട്ട് നിർബന്ധമാണ് ഗൈസ്. അതൊക്കെ കണ്ട് നിങ്ങൾ ആ പകർച്ചയുടെ പുറത്ത് പോയവരുടെ കഥയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് UK കൊള്ളില്ല ഗൈസ്. അപ്പോൾ ഇനി ആരും ഈ പുതിയ കണ്ടുപിടുത്തമായിട്ട് വരുന്നത്, എനിക്കൊരു ഏജൻസി ഉള്ള കാര്യം തീർച്ചയായിട്ടും എനിക്കൊരു ഏജൻസി ഉണ്ട്, കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഏജൻസി. ഏകദേശം 8-10 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഏജൻസിയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഇതേപോലെ തന്നെ പരസ്യം വല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ചാനലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതും നമ്മൾ എന്നും ഇടുന്നതല്ല, അത് എല്ലാ ഇൻടേക്ക് തുടങ്ങുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ ഇനി ആരും നമ്മുടെ ഏജൻസി പുതിയതാണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടൊന്നും വരണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ താഴത്ത് ഗൂഗിൾ ഡോക്ക് ലിങ്ക് ഉണ്ട്, ഇടുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അതായത് ഒരു പ്ലാനും ഇല്ലാതെ UK കയറി വന്നവർക്ക് 8ന്റെ പണിയാണ്. UK കൊള്ളൂല ഗൈസ്. ഇപ്പം നമ്മുടെ വീഡിയോയുടെ താഴത്ത് വന്നിട്ട് ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ മാത്രം വന്ന് ചിലക്കുന്ന ചില ആളുകളുണ്ട്. വീഡിയോ മുഴുവൻ കാണൂല, തംബ്നെയിൽ മാത്രം വന്നിട്ട് ചിലക്കുന്നവർ നിങ്ങൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞങ്ങളാരും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും നമുക്ക് അന്നം തരുന്ന രാജ്യത്തെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. പണ്ട് ഞാൻ സൗദിയിലൊക്കെ വർക്ക് ചെയ്തു. ഇത് തന്നെ ഏത് കൺട്രി അവിടെയൊക്കെ ഓരോ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലില്ലേ ഗൈസ്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരിക്കൽ നാട് വിട്ടത്. ഇപ്പോഴും ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നാട് വിടാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന അനേകമായിരിക്കും കാണാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് വെക്കി, ഇഷ്ടംപോലെ ആൾക്കാർ UK ഏതെങ്കിലും രാജ്യത്തേക്ക് ചാടിപ്പോകാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കാണും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വിസ തട്ടിപ്പുകളും അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ വരാം, തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും, നമ്മളും പറഞ്ഞുതരാം ഇവിടെ എത്ര കോടി രൂപ കേരളത്തിൽ നിന്ന് ഒരു വർഷം തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. UK ഇല്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിൽ തട്ടിപ്പില്ലാതെ പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്കീമേ ഉള്ളൂ, അത് സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റുഡൻറ്റ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാതെ വരാം, തട്ടിപ്പിൽ വീഴില്ല എന്ന് വിചാരിച്ച് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടയ്ക്കുന്നു, യൂണിവേഴ്സിറ്റി ക്യാഷ് കയറുന്നു, തിരിച്ചു കയറി വരുന്നു. അതിനിടയിൽ ഏജൻസി കയറി വിക്രസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഏജൻസിൻ്റെ കുന്തളിപ്പ് അവരെയൊക്കെ പിടിച്ച് മാറ്റണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവർ UK വരരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, വലിയ ലോണുകൾ എടുത്തിട്ട് ഇനി UK വരാൻ നിൽക്കുന്നവർ വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം ഓഫീസ് വളരെ സ്ട്രിക്റ്റ് ആണ്. പല ഏജൻസികളും ഇൻഫ്ലുവൻസേഴ്സും വന്നിരുന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ലക്ഷങ്ങൾ സമ്പാദിക്കാം, ഇത്ര മാസം കൊണ്ട് ഇത്ര ലക്ഷം ഞാൻ സമ്പാദിച്ചു. അവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തിട്ട് സമ്പാദിച്ചിട്ടുണ്ടാവും. ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തവർക്കൊക്കെ പോലീസ് പിടിച്ചിട്ടും ഉണ്ടാവും, വാറന്റും കൊടുത്തിട്ടുണ്ടാവും, ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. രക്ഷപ്പെട്ടു പോകുന്നവർ മാത്രമായിരിക്കും ഇപ്പോൾ ഇതേപോലെ വന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അല്ലേ? സോ ഗൈസ്, പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 20 hours വർക്ക് ചെയ്യുന്നതിന് ഇവിടെ സാലറി ലിമിറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ 20 hours വർക്ക് ചെയ്യുന്നതിന് 2,500 പൗണ്ടൊന്നും കിട്ടില്ല. വെറും 800-900 പൗണ്ട്, ഒരു 1000 പൗണ്ടിൻ്റെ താഴെയാണ് നമുക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഓവർ ഈ ആഗ്രഹത്തിൻ്റെ ഭാരം തലയിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ മൂഞ്ചും ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചും. ഇതിപ്പോൾ ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് പച്ചയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, അതുകൊണ്ട് പ്രശ്നമാകും. അതെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ UK കുറിച്ച് ഇത്രയും ബുദ്ധിമുട്ടാണ് ഇതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴ്ത്തുന്നത് യെസ് ഞാൻ അനുഭവിച്ചതാണെന്ന് കമൻ്റ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അനുഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുക. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും, ഇല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ മോനും ഇല്ലെങ്കിൽ അമ്മായിയുടെ മോനും UK കയറിപ്പോയി, യൂറോപ്പിലേക്ക് കയറിപ്പോയി, കാനഡയ്ക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് നിങ്ങൾ കണ്ണു അടച്ചിട്ട് അവരുടെ പുറകിൽ അവർ പോയ ഏജൻസിയുടെ പുറകിൽ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഞ്ചും ഗൈസ്, പച്ചയായിട്ട്. അതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുക്കുന്നതെന്ന് അറിയില്ല, ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, ആ ഒരു രാജ്യത്ത് ഷോർട്ടേജ് ഉള്ള മേഖല ഏതാണെന്ന് അറിയില്ല. നിങ്ങളെടുത്തു IBM, നിങ്ങളെടുത്തു പബ്ലിക് ഹെൽത്ത്, നിങ്ങളെടുത്തു ഏതെങ്കിലും മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്തിട്ടൊന്നും
ഒരു യൂസും ഇല്ല. എടാ ഇവിടെയുള്ള ആളുകൾ പൊതുവെ ഒരു ജോലി, അതായത് ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ കേസാണ് പറയുന്നത്, ഇല്ലെങ്കിൽ അവിടുത്തെ യൂറോപ്പിൽ പോയ യൂറോപ്യൻസിൻ്റെ കേസ്, കനേഡിയൻ്റെ കേസ്, അവിടെയുള്ള ആളുകളുടെ കേസാണ്. അവിടെ കൂടുതലും ആൾക്കാർ ഈ മാനേജ്മെൻറ്റ് ജോബ്സിനൊക്കെ വരും. അപ്പോൾ നമ്മളവിടെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്തിട്ട് വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 5-8 വർഷം എക്സ്പീരിയൻസ് എങ്കിലും വേണം. പ്രോപ്പർ എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക്. പ്രോപ്പർ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവിടെ ജോലി കിട്ടിയവരുടെ എണ്ണം വിരലിൽ എണ്ണാൻ വേണമെങ്കിൽ, അല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെയും പോസിബിലിറ്റീസ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും കാണിച്ചിട്ട് ജോലി കിട്ടാനാണ്. അല്ലാതെ ഒരു കോഴ്സ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഏജന്റ് നിങ്ങളുടെ തലയിൽ വെച്ച കോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾ കയറി വന്നിട്ട് UK കൊള്ളൂല ഗൈസ്. അവിടെ പ്രശ്നമാണ്. പട്ടിണിയാണ്. അമ്പലത്തിന് മുമ്പിൽ ക്യൂ നിൽക്കണം ഫുഡ് കഴിക്കാൻ. അങ്ങനെയൊക്കെ സാഹചര്യം വരുന്ന ആളുകൾ ഇങ്ങനെ ഇതേ മാതൃകയിൽ ഇതേ പാതയിൽ ഇനി സഞ്ചരിക്കാൻ നിൽക്കുന്നവർ UK വരരുത്. വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും, UK മൂഞ്ചിയല്ലേ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ വീഡിയോ ചെയ്യാൻ ആൾക്കാർ വരും, ഒരുപാട് പേര് വരും. ഇനി UK വരേണ്ടവരുടെ കേസ് പറയാം. എടാ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തു. അതായത് നിങ്ങൾ UK ഷോർട്ടേജ് ഉള്ള മേഖലകൾ, UK ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ട് ഉണ്ട്, വെയിൽസ് ഉണ്ട്, അതുപോലെ നോർത്തേൺ അയർലൻഡ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്. സ്കോട്ട്ലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി ഇപ്പോൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന രാജ്യമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം AI പുറത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി AI അത് റിലേറ്റഡ് കോഴ്സ് എടുക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡും വെയിൽസും ഇവിടേക്കൊക്കെ തനതായിട്ടുള്ളൊരു മേഖല, ഒരു ഷോർട്ടേജ് ഉള്ള മേഖലയുണ്ടാവും. ചിലപ്പോൾ അത് ഹെൽത്ത് കെയർ ആവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും മേഖലയാവാം. അത് റിസർച്ച് ചെയ്യണം. ഇതിൻ്റെ ഡാറ്റ എവിടെ റിസർച്ച് ചെയ്യും? ഇതൊക്കെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. ഭായി അറ്റ്ലീസ്റ്റ് കണ്ണം തുറങ്ങി, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും കാണണ്ടേ? കണ്ടു കഴിഞ്ഞാലേ ഗുണമുള്ളൂ. നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള വീഡിയോ ആണ്, അതായത് നാട്ടുകാർക്ക് വേണ്ട വീഡിയോ ആണ്. നാട്ടുകാർക്ക് വേണ്ട വീഡിയോ വൈറലാവില്ല. അങ്ങനെയുള്ള കോഴ്സ് എടുത്തിട്ട് വരിക. അങ്ങനെയുള്ള കോഴ്സ് എടുത്ത് വന്നാൽ തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഞ്ചിനീയറിംഗ്, നമ്മുടെ നാട്ടിലെ കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ട്. BTech കഴിഞ്ഞിട്ടുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു കോഴ്സ് എടുത്തിട്ട് വരും, എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, ഇല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് കുഴപ്പമില്ല, പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്തിട്ട് വരും. ചുമ്മാ അവിടെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിയിരിക്കണം ഒരു കോഴ്സ്. എന്നിട്ട് ആ ഒരു കോഴ്സും വെച്ച് ഇവിടെ ജോബ് നോക്കാൻ വേണ്ടി സകലയിടത്തും നടക്കും. നാട്ടിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എഞ്ചിനീയേഴ്സ് BTech കഴിഞ്ഞു, നിങ്ങളിവിടെ അതേ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് തന്നെ എടുത്തിട്ട് വരൂ. ജോലി കിട്ടാതിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവിടെയും ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ആ ജോലി കിട്ടാതിരിക്കുന്നതിന് പ്രോപ്പർ കാരണങ്ങളുണ്ട്. അതിന് കുറേ കാര്യങ്ങൾ, നമുക്ക് എക്സ്പീരിയൻസ് നോളജും ഉണ്ടായിട്ട് മാത്രം. ഇപ്പം നമുക്ക് താഴത്ത് കമൻറ്റ്, എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ പ്രോപ്പർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ, ഷോക്കേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, പ്രോപ്പർ വേയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരും നിങ്ങൾ എടുക്കൂല. എന്തിനും എടുക്കേണ്ട ആവശ്യം? എടുക്കൂല. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1-to-1 ഒരു സുഹൃത്ത് വന്നു. നമുക്ക് 1-to-1 കൺസൾട്ടേഷൻ ഒരുപാട് വരുന്നുണ്ട്. കരിയർ, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കാനും, അതുമാത്രമല്ല കോഴ്സുകൾ എടുക്കാനും, പല രീതിയിലുള്ള ബിസിനസ് കൺസൾട്ടേഷനും. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വന്നായിരുന്നു. അവന് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി കിട്ടി. ചേട്ടാ ഇതിനകത്ത് ഒരുപാട് വേക്കൻസി ഉണ്ട്, നമ്മുടെ മലയാളികൾ ആരുമില്ല. അവൻ മാത്രമാണ് അതിനകത്ത് മലയാളികൾ. കാരണം മലയാളികൾ വരുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കാനാണ് വരുന്നത്. ഏത് കോഴ്സ് കഴിഞ്ഞവരും പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കും. ഒരു മാനേജ്മെൻറ്റ് കോഴ്സ്, ഒരു ആവശ്യമില്ലാത്ത കോഴ്സ്. പണ്ടൊക്കെ നമ്മൾ പ്രോപ്പർ കോഴ്സുകൾ ഇന്നത് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടത് അത് നമ്മുടെ കുറ്റമല്ല. നമ്മുടെ ഏജൻസിയിലും ഒരുപാട് പേർക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് IBM ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ കുറ്റമല്ല. കാരണം അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ പഠിക്കാൻ എങ്ങനെയുണ്ട്, ഇച്ചിരി ടഫാണ്. എന്നാൽ അത്രയ്ക്ക് ടഫ് ഇല്ലാത്തൊരു കോഴ്സ് പറഞ്ഞു തരാൻ പറ്റും. മാനേജ്മെൻറ്റ് കോഴ്സ് പുറത്ത് അത്രയ്ക്ക് നല്ല കട്ടി അസൈൻമെൻ്റ് ആണോ എഞ്ചിനീയറിങ്ങിനോ മറ്റ് കോഴ്സുകൾക്കൊക്കെ? അതെ, എന്നാൽ മാനേജ്മെൻറ്റ് കോഴ്സ്. ഇപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, BCom കഴിഞ്ഞവരൊക്കെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ കോഴ്സ് എടുക്കാൻ പറഞ്ഞാൽ, ചേട്ടാ എങ്ങനെയുണ്ട് കോഴ്സ്, കട്ടിയാണോ? നല്ല കട്ടിയാണ്, എന്നാൽ മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കാം. അങ്ങനെ പോകുന്നവർക്ക് എങ്ങനെ ജോലി കിട്ടാനാണ് പോയി? വന്നു കഴിഞ്ഞാൽ അതിന് പഠിക്കാൻ സമയം ഇടണം, അതിനകത്ത് എക്സ്പീരിയൻസ് നേടാൻ പറ്റണം, സ്കിൽസ് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയുള്ളവർ കയറിപ്പോരുക UK. അങ്ങനെയുള്ള ധൈര്യമുള്ളവർ മാത്രം കയറിപ്പോരുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇനി UK-യും യൂറോപ്പും കാനഡയും ഓസ്ട്രേലിയ അല്ല. അല്ലാതെ വെറും ഒരു കോഴ്സ് എടുത്തിട്ട് UK കയറി വന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പറ്റും.
കുറ്റം പറയാൻ പറ്റില്ല. കെയർ ഹോം മേഖല ഇത്രയും ഒരു 80% മേലെ ആളുകൾ ഇവിടെ ജോലി കിട്ടി നിൽക്കുന്ന ഒരു മേഖലയാണ് കെയർ ഹോം മേഖല. അതിനകത്ത് താല്പര്യമില്ലാതെ കയറി ഇരുന്നിട്ട് അതിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ എങ്ങനെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ലോണും കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു 5 വർഷം കടിച്ചു പിടിച്ചിരുന്നിട്ട് ഒരു PR ആക്കിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അനേകം ആളുകൾ വെയിറ്റിംഗ് ഉണ്ട്. ഒരു കെയർ ഹോം വിസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കരഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഡെയിലി എനിക്ക് മെസ്സേജ് വരുന്നു, ചേട്ടാ കെയർ ഹോം വിസയും കിട്ടുമെന്നുള്ളത്. അങ്ങനെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർ കിട്ടില്ല. കാരണം ഇങ്ങനെയുള്ളവർ കയറി ഇരിക്കുമല്ലേ, അവർ ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ മറ്റുള്ളവർ കയറാം. അപ്പോൾ അതും നടക്കൂല. സംബന്ധിച്ച് കഴിഞ്ഞാൽ കെയർ ഹോം വിസ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ കെയർ ഹോം ഓക്കെ ആണെങ്കിൽ കുറ്റം പറയില്ലെങ്കിൽ അതും ഒക്കെ എടുക്കാം. അതല്ലെങ്കിൽ പ്രോപ്പറായ കോഴ്സുകൾ എടുത്തിട്ട് വരിക. ഓരോ സെക്ടേഴ്സ് അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതായത് ഇവിടുത്തെ കോഴ്സുകൾ, വേണ്ട കോഴ്സുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. പക്ഷെ ആർക്കും വേണ്ടി വരില്ല. കാരണം വെച്ചാൽ ആരും എടുക്കൂല. കാരണം അവർക്ക് വേണ്ടത് ചുമ്മാ വന്ന് പാസ്സാവാൻ പറ്റിയ മാനേജ്മെൻറ്റ് കോഴ്സ് ഏതെങ്കിലും വേണം. PSW കിട്ടണമല്ലോ. PSW കിട്ടണമെങ്കിൽ പാസ്സാവണമെങ്കിൽ പഠിക്കണമല്ലോ. പാർട്ട് ടൈമിന് പോകാൻ പറ്റില്ല, പഠിക്കാൻ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ വിഭാഗം ആൾക്കാരുണ്ട്. അവരിനി UK വരരുത്. പച്ച മലയാളത്തിൽ ഇനി UK നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ജോലി കിട്ടില്ല. കാരണം സാലറി ത്രഷോൾഡ് ഉണ്ട്. നിങ്ങളൊരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്ത് UK കയറി വന്നിട്ട് 10-30,000 മേലെ പൗണ്ടിന് മേലെ സാലറി വേണം. 10-31,000 32,000 അല്ലെങ്കിൽ 38,000 പൗണ്ടോ സാലറി വേണം. ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പുറത്ത് ഇവിടുത്തെ പ്രോപ്പർ നേറ്റീവ് ഇംഗ്ലീഷുകാർ, അതുമാത്രമല്ല ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസും ഡിപ്പെൻഡൻസും 24,000 25,000 പൗണ്ടിന് ഈ പറഞ്ഞ ജോലികൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് 30,000 പൗണ്ട് 38,000 പൗണ്ട് പിന്നെ നമ്മുടെ അമ്മാവന്മാരുടെ കമ്പനി ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒക്കെ എടുക്കും. അല്ലാതെ എടുക്കൂല. അതിനകത്ത് എടുക്കാൻ വഴിയില്ല. അതിനകത്ത് എടുക്കാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറയുമ്പോൾ നെഗറ്റീവാന്ന് പറയും. അതെ, ഇനി നെഗറ്റീവ് എന്ന് പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് UK കുറ്റം പറയൂലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും ഏജൻസിയുടെ പരസ്യം കണ്ട് ഇൻഫ്ലുവൻസറിൽ ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് UK കയറി വരുന്ന ആളുകളാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ല, ഞാൻ പോവാണ്. ജോലി കിട്ടാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല, നടക്കുന്നില്ല. ഇവിടുത്തെ എല്ലാം കഷ്ടപ്പാടാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പാത്രം കഴുകണം. അതെ, വീട്ടിൽ നല്ല സൗഭാഗ്യം കൊണ്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അതായത് വീട്ടിൽ നല്ല പൈസ കൊടുക്കാം, നല്ല ഡ്രസ്സുകൾ, വണ്ടികൾ, കാറുകൾ എല്ലാം ഉള്ളവർ ചുമ്മാ വന്ന് ചില്ലടിച്ചിട്ട് പോകാനാണെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ അടിച്ചാൽ മതി. ഇവിടെ വന്ന് ജോലി നേടാണെന്നുണ്ടെങ്കിലും എന്തും ചെയ്യാൻ റെഡിയായിട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ, പട്ടിപ്പണി എടുക്കാൻ ഇറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പല വിദേശ രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന ദുബായിലും ഇല്ലെങ്കിൽ കുവൈറ്റിലും അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെയുള്ള ഇൻസ്റ്റഗ്രാം റീലും യൂട്യൂബ് വീഡിയോസും UK കാനഡയും ഓസ്ട്രേലിയയൊക്കെ നോക്കും. എന്നിട്ട് കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊന്നും നമ്മളെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വല്ലയ്യ എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റിക്വയർമെൻറ്റ്സ് കുറച്ച് ടൈറ്റാണ്. UK എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസിനെ വേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് ഈ ഇമിഗ്രേഷൻ ടൈറ്റായി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ഫ്രീ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എന്നാൽ UK ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഓക്കെ ആവുന്നില്ല, അതിനെക്കാട്ടും നല്ലത് നമ്മുടെ കുവൈറ്റും ദുബായ് ആയിരുന്നു എന്ന് പറയുന്ന അനേകം ആൾക്കാരെ ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊരാളാവരുത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾ UK വരരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിലയബിൾ, അതായത് ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റോട് കൂടി അധികം പൈസ ഒന്നും വേണ്ട, ഫാമിലി ഒത്ത് കുട്ടികളൊത്ത് ഒന്ന് ജീവിക്കണം, ഒന്ന് ലോകം മുഴുവൻ ഒന്ന് കറങ്ങണം. ഷെങ്കൻ വിസയൊക്കെ എടുത്ത് യൂറോപ്പ് മൊത്തമൊക്കെ കറങ്ങണം. അപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വീടൊക്കെ മേടിച്ച് ഇങ്ങനെ മോർഗേജ് ഒക്കെ അടിച്ച് ഇങ്ങനെ പോവാം. ആ ഒന്ന് ലെവലാണെങ്കിൽ പോരുക, അല്ലെങ്കിൽ പോരണ്ട. നാട്ടിലേക്കാണ് ഇതിനെക്കാട്ടി ബെസ്റ്റ്. നാട്ടിലാണ് ഇതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ലെൻഡ് അടയ്ക്കണ്ട, ലോൺ അടയ്ക്കണ്ട, മറ്റേ ഫുഡിന് പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് പോവാം. ഇനി അതുപോലെ ട്രോളായിട്ട് വരണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം വെച്ചാൽ ഗൈസ് പറഞ്ഞു വരുന്നത് UK ഇനി ഇങ്ങനെയുള്ളവർക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനില്ല എന്ന് പറയാൻ എനിക്ക് പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നുമല്ലല്ലോ ഇവരുടെ ഗാർഡിയൻസും കാര്യങ്ങളൊന്നും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ.
നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും UK-ലേക്കും യൂറോപ്പിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഇതാണ്. ഇനി ചിന്തിച്ചിട്ട് നിങ്ങൾ വരിക. ഇനിയിപ്പോൾ ഞാൻ ചുമ്മാ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ ഇറങ്ങിയ കുറേ വീഡിയോസ് ഉണ്ട്, വൈറൽ വീഡിയോസ്, അതൊക്കെ പോയി കാണുക. നമ്മുടെ വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറൽ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. സിറ്റുവേഷൻ എങ്ങനെയാണ്, ഞാൻ പണ്ടോട്ടേ പറയുന്ന കാര്യങ്ങളാണ്. സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് അനുഭവിച്ചിട്ട് അയ്യോ ഇതായിരുന്നില്ലേ സിറ്റുവേഷൻ, ഇത് പണ്ട് ആരും പറഞ്ഞില്ല എന്ന് ഇനി പറയണ്ട എന്നുള്ളതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു. UK-ലേക്ക് ഇനി വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താഴത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, പ്ലസ് ഒരു ഗൂഗിൾ ഡോക്കും ഉണ്ട്. നമ്മുടെ കൺസൾട്ടൻസിയാണ്. ഇനി നമ്മുടെ കൺസൾട്ടൻസി ഇവന് കൺസൾട്ടൻസി നടക്കുവാണ്, ഇവൻ അതുകൊണ്ടാണ് മറ്റേ ആരെയൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവർ പുതിയ കണ്ടുപിടുത്തമായിട്ട് വരണ്ട. നമുക്ക് കൺസൾട്ടൻസി ഉണ്ട്, 10 വർഷമായിട്ട് നടത്തുന്ന കൺസൾട്ടൻസിയാണ്. മറ്റ് ഞങ്ങൾ ഏഷ്യനെറ്റിലോ അല്ലെങ്കിൽ മറ്റേ മീഡിയാസിലൊന്നും പോയിട്ട് പരസ്യമൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ പരസ്യം ഞങ്ങളുടെ ജെനുവിനിറ്റിയാണ്. ഞങ്ങൾ പറയുന്നതനുസരിച്ച് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്നോ മറ്റേത് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ഒരു പരിപാടിയില്ല. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് പറ്റുവാണെങ്കിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ, നമുക്ക് കണക്ഷൻസ് യൂസ് ചെയ്തിട്ട് ആ ഏരിയയിൽ പാർട്ട് ടൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ട് ടൈംസിൻ്റെ അസിസ്റ്റൻസ് എന്നുള്ള രീതി മാത്രം കൊടുക്കും. അത് 100% ഗ്യാരണ്ടി അല്ല. കാരണം ആ ഏരിയയിൽ പാർട്ട് ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റി വേണം, ചിലപ്പോൾ ലാംഗ്വേജ് കുറവുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് വരുന്നവർ ഒരു രക്ഷയുണ്ടാവില്ല. പല വഴികൾ ഈ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ടാവും. അതൊക്കെ കേട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചില സമയത്ത് ഗൂഗിൾ മാപ്പ് വല്ല കാട്ടിലോ പൊട്ടക്കിണറ്റിലോ കൊണ്ട് നിർത്തുന്ന അവസ്ഥയായിരിക്കും. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ മാത്രം കാണുക, എന്നാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാണാം. ബൈ. സപ്പോർട്ട് ചെയ്യുക. ബൈ.